ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. വിമാനത്താവളങ്ങളിൽ സർക്കുലർ നൽകും. അറസ്റ്റ് ചെയ്യാനായി ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് പോകും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, സിദ്ദിഖ് ഒളിവിലാണ് എന്ന് തന്നെയാണോ അന്വേഷണ സംഘം കരുതുന്നത്? മധു, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖിന് യാതൊരു സാവകാശവും നൽകണ്ട, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ക്രൈംബ്രാഞ്ച് ADGP നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തിൻ്റെ യോഗം DIGയുടെ ഓഫീസിൽ നടക്കുകയാണ്. ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് ADGP നൽകിയിരിക്കുന്ന നിർദ്ദേശം സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് പോവുക, സിദ്ദിഖിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പോകുമെങ്കിലും എത്രയും പെട്ടെന്ന് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസിന് കൂടി ക്രൈംബ്രാഞ്ച് ADGP നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖിൻ്റെ ഒളിവ് ജീവിതം, അല്ലെങ്കിൽ സിദ്ദിഖ് മറ്റെവിടെയെങ്കിലും കടന്നു കളയാനുള്ള സാധ്യതകളെല്ലാം അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. രാജ്യത്തെ വിമാനത്താവളങ്ങൾ വഴി പുറത്തേക്ക് പോകാൻ, വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത് എല്ലാ വിമാനത്താവളത്തിലേക്കും ലുക്കൌട്ട് സർക്കുലർ നൽകിയിരിക്കുകയാണ്. ഈ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയ സ്ഥിതിക്ക് ഇനി സിദ്ദിഖ് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക്, വിദേശത്തേക്ക് പോകാനായിട്ട് ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും വിമാനത്താവളത്തിലെത്തിയാൽ അവിടുത്തെ വിമാനത്താവള അതോറിറ്റിക്ക് സിദ്ദിഖിനെ അവിടെ തടഞ്ഞു വെച്ച് എന്തുകൊണ്ടാണ് അനന്തൻ അങ്ങനെ ഒരു, അതായത് പുറത്തേക്ക് പോയേക്കും, കടന്നു കളഞ്ഞേക്കും എന്നൊക്കെ വിചാരിക്കാനുള്ള ഒരു കാരണം? ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സിദ്ദിഖുമായി കോൺടാക്ട് ചെയ്യാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നോ? തീർച്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയുന്നില്ല, സിദ്ദിഖിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും ഇതിനൊരു കാരണമായി. സിദ്ദിഖിൻ്റെ ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുന്നു, സിദ്ദിഖ് വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി സിദ്ദിഖ് ഒളിവിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ ഒരു രാജ്യത്തിന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലും സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരുന്നു, ഒളിവിൽ പോവുക എന്നുള്ളൊരു നീക്കം ഉണ്ടായിരുന്നു. അന്ന് അന്വേഷണ സംഘം സിദ്ദിഖിന്റെ മൊഴിയെടുക്കാനും സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ നിരന്തരം ക്രൈംബ്രാഞ്ച് ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു രീതി സിദ്ദിഖിനുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ച മാത്രയിൽ സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ്, അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ ആ സാധ്യത അടച്ചുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ADGP. പ്രത്യേക സംഘം കൊച്ചിക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനും അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനും കൊച്ചി പോലീസിന് നിർദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് ADGP അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സിദ്ദിഖിനെ കണ്ടെത്താൻ കൊച്ചി സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊച്ചിയിൽ എത്തുന്നത് വരെ അവിടെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്ന നടപടി, ഏതായാലും സിദ്ദിഖിനെ കണ്ടെത്താനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള നിർദ്ദേശം ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ADGP നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അപ്പോൾ DIGയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നതിനൊപ്പം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിദ്ദിഖ് അതിനു മുൻപ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും പോലീസ് അടയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ ലുക്കൌട്ട് സർക്കുലർ എത്തും. അപ്പോൾ സിദ്ദിഖിന് ഏതെങ്കിലും തരത്തിൽ വിദേശത്തേക്കോ മറ്റോ കടക്കാനായിട്ട് എയർപോർട്ടുകളിൽ എത്തിയാൽ അവിടെ സിദ്ദിഖിന് ബുദ്ധിമുട്ടാകും. അവിടെ വിമാനത്താവള അതോറിറ്റി സിദ്ദിഖിനെ തടഞ്ഞു വെക്കുന്ന നടപടി ഉണ്ടാകും. അതുകൊണ്ട് അത്തരം എല്ലാ വഴികളും അടച്ചുകൊണ്ട് സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. മധു, ഈ നേരത്തെ ചേർന്ന യോഗം സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. DIGയുടെ ഓഫീസിൽ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗമുണ്ടല്ലോ, അത് അവസാനിച്ചോ? യോഗം അവസാനിച്ചിട്ടില്ല, ആ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ആണ് ആ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് പോകും. അതിനു മുമ്പ് തന്നെ കൊച്ചി സിറ്റി പോലീസിനോട് സിദ്ദിഖ് കൊച്ചിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനും കസ്റ്റഡിയിൽ തന്നെ വെക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ADGP. അപ്പോൾ സിദ്ദിഖിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുശേഷം എന്തൊക്കെ വേണം എന്നുള്ള കാര്യം അന്വേഷണ സംഘം തീരുമാനിക്കും. ഏതായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അതിനുവേണ്ടി ലുക്കൌട്ട് സർക്കുലർ അടക്കം സിദ്ദിഖ് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള നീക്കം നടത്തിയാൽ അതിനെ തടയാൻ വേണ്ടി ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്
എന്നതടക്കമാണ് ഇപ്പോൾ ആ യോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും യോഗം തീർന്നിട്ടില്ല. ആ യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. മാധു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അതിന് പിന്നാലെ വന്ന തുടർ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾക്കെതിരെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലതും കോടതി കയറുകയും ചെയ്തു. അതിനിടയിൽ പലർക്കും മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒന്നുമല്ല, സിദ്ദിഖിന്റെ കേസ് വളരെ നിർണായകമായി മാറുകയാണ്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയാണ് സംസ്ഥാനത്ത്. തീർച്ചയായിട്ടും മാധു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആണ് സിദ്ദിഖ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി ചലച്ചിത്ര പ്രവർത്തകർ രംഗത്തെത്തിയത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം സിദ്ദിഖിനെതിരെയായിരുന്നു. സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവനടിയുടെ പരാതി ഉണ്ടായിരുന്നത്. ആ വെളിപ്പെടുത്തൽ വന്ന അപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുകയും മ്യൂസിയം പോലീസിനോട് അത് കേസ് രജിസ്റ്റർ ആക്കാൻ പറയുകയും യുവതിയുടെ മൊഴിയെടുക്കാൻ പറയുകയും ചെയ്തിരുന്നു. യുവതിയുടെ മൊഴിയെടുത്തപ്പോൾ നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിനപ്പുറം ഗുരുതരമായ ആരോപണങ്ങൾ ആ മൊഴിയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്, മാതൃഭൂമി ന്യൂസ് അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ക്രൂരമായ ബലാത്സംഗം നടന്നു എന്നാണ് ആ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം യുവതിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ മ്യൂസിയം പോലീസാണ് പ്രധാനപ്പെട്ട തെളിവ് ശേഖരണം നടത്തിയത്. ആ തെളിവുകളൊക്കെ സിദ്ദിഖിന് എതിരായിരുന്നു എന്നുള്ള സൂചനകൾ അന്നേ ലഭിച്ചിരുന്നു. കാരണം യുവതി പറഞ്ഞ മൊഴിക്ക് അനുകൂലമായ തെളിവുകൾ അല്ലെങ്കിൽ ആ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് മസ്കറ്റ് ഹോട്ടലിൽ നിന്നുള്ള രേഖകൾ, അവിടുത്തെ ജീവനക്കാരുടെ മൊഴികൾ, യുവതിയുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മൊഴികൾ, ഈ യുവതി മസ്കറ്റ് ഹോട്ടലിൽ എത്തുന്നത് കണ്ട സാക്ഷികളാണ് അവരൊക്കെ. അപ്പോൾ സിദ്ദിഖും യുവതിയും ഒരേ ദിവസം ഒരേ സമയം മസ്കറ്റ് ഹോട്ടലിലെ 1-ാം നിലയിലെ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് അവിടെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. പിന്നീട് ആനന്ദൻ, ഞാൻ വരാം. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയാണ്. അതിനിടയിലാണ് ലുക്ക് ഔട്ട് സർക്കുലർ കൂടി പുറത്തിറക്കിയിരിക്കുന്നത്.